ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആറൂസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൺ. ഹായ്, ഞാൻ ആരതി. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. ഈ ബോട്ടിൽ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. ഈ ഫ്ലവർ രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് പച്ചമുളകിൻ്റെ കൊന്താണ് ഈ ഒരു തണ്ട് എന്ന് പറയുന്നത്. ഈ ഫ്ലവർ എന്ന് പറയുന്നത് വത്തക്കയുടെ സീഡ്സ് ആണ്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വത്തക്കയുടെ സീഡ്സ് ആണ്. ഈ വത്തക്കയുടെ സീഡ്സ് ഞാനിത് കഴുകി നന്നായി ഉണക്കി വെച്ചിട്ടുള്ളതാണ്. കുറച്ച് നല്ലോണം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കാം, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ എടുക്കുന്നത് പച്ചമുളകിൻ്റെ കൊന്താണ്. ഈ പച്ചമുളകിൻ്റെ കൊന്തെന്ന് പറഞ്ഞാൽ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കില്ലേ, പച്ചമുളക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ കൊന്ത് ഒഴിവാക്കി വെക്കാം. അതിനുശേഷം ഇത് നല്ല പോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. നെക്സ്റ്റ് വേണ്ടത് ഒരു ഫെവിക്കോളാണ്. ചെറിയൊരു ബോട്ടിൽ മതി. അടുത്തത് 2 ബ്രഷ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്ലവറിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളേഴ്സ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ഗ്ലിറ്റേഴ്സ് ആണ്. ഗ്ലിറ്റേഴ്സ് എടുത്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു നല്ലൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലിറ്റേഴ്സ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സിസേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്രാഫ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ ഈ ഒരു കൊന്താണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കൊന്തിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ഒരു പച്ചത് കാണുന്നുണ്ട്. അത് നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പോക്കാം. കുറച്ച് ഫെവിക്കോൾ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു സീഡ്സ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഈ ഫെവിക്കോളാണ്. ഇത് നമുക്ക് ഈ ഒരു പച്ചമുളകിൻ്റെ കൊന്തിൽ സെൻറ്ററിൽ ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു നല്ല സീഡ് എടുത്തിട്ട് വത്തക്കയുടെ കുരു അതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിലും വെച്ച് കൊടുക്കാം. ഒരു പച്ചമുളകിൻ്റെ കൊന്ത് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബാക്കോട്ടൊക്കെ ആക്കിയിട്ടൊന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. എടുത്ത് കളയാൻ പാടില്ല. അതിനുശേഷം നമുക്ക് സെൻറ്ററിൽ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കാം. അതിലേക്ക് നമുക്ക് അറ്റത്തേക്കായിട്ട് ഈ സീഡ്സ് വെച്ച് കൊടുക്കാം. വത്തക്കയുടെ കുരു നന്നായിട്ട് അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ഫ്ലവറും കൂടെ ഉണ്ടാക്കി. ഇപ്പം ഞാനിവിടെ ഒരു 10 ഇങ്ങനെയുള്ള ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 എണ്ണം ഇതിലൊന്ന് വലുതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പച്ചമുളകിൻ്റെ കൊന്ത് വലിയതെടുത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് ഈ പച്ചമുളകിൻ്റെ കൊന്തിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് പച്ച കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്, ഗ്രീനാണ് എടുത്തത്. ഇത് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സീഡ്സിലെ വത്തക്കയുടെ കുരു അതിൻ്റെ മേലേക്ക് ആവാൻ പാടില്ല ഈ ഗ്രീൻ കളറ്. അതിന് നമുക്ക് വേറെ കളർ ചൂസ് ചെയ്യാം. ഇതിപ്പോൾ ഈ ഒരു തണ്ടിൻ്റെ ഈ ഭാഗത്തേക്ക് മാത്രം നമുക്ക് ഗ്രീൻ കളർ കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു 10 ഫ്ലവറിൻ്റെ തണ്ടിനൊക്കെ ഈ ഗ്രീൻ കളർ കൊടുത്തു കഴിഞ്ഞു. ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. ഇതൊക്കെ ഇപ്പോൾ നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വത്തക്കയുടെ കുരു വെച്ച് ഫ്ലവർ ഉണ്ടാക്കിയില്ലേ, അതിന് നമുക്ക് കളർ കൊടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പേൾ കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. അക്രിലിക് തന്നെയാണ്. ഇതിപ്പോൾ ഒരു ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഫ്ലവറിന് കൊടുക്കാം. അതിനുവേണ്ടി ഒരു ബ്രഷ് എടുക്കാം. അതിനുശേഷം ഉൾഭാഗത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം.
ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പേൾ പെയിൻറ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേൾ പെയിൻറ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ഈ കളറ് നല്ലോണം ശ്രദ്ധിച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അടുത്ത് ഞാൻ എടുക്കുന്നത് പോപ്പി റെഡ് കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, ഫ്ലവറിനൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതും പേൾ പെയിൻറ് തന്നെയാണ്. അപ്പം ഞാനിത് ബ്രഷ് എടുത്തിട്ട് ഇത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലിറ്റേഴ്സാണ് വേണ്ടത്. സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഫ്ലവേഴ്സൊക്കെ ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിൽ ഗ്ലിറ്ററിങ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലൂ ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു വലിയൊരു ഫ്ലവറാണ്. അപ്പം ഇതിനൊരു കോമ്പിനേഷനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് സിൽവർ ഗ്ലിറ്ററാണ് എടുക്കുന്നത്. അത് നമുക്ക് ഈ സെൻറ്ററിൽ ആക്കി കൊടുക്കാം. കുറച്ച് കട്ടിയായിട്ട് തന്നെ ആക്കി കൊടുക്കാം, എങ്കിൽ അതിങ്ങനെ പൊന്തി നിൽക്കും, അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇപ്പം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനി നമുക്ക് ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. എല്ലാം ബ്ലൂ ഫ്ലവേഴ്സും എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഈ സിൽവർ ഗ്ലിറ്ററാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഈ റെഡ് ഫ്ലവറാണ്. ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഗ്ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലിറ്റേഴ്സൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇത് നല്ല കോമ്പിനേഷൻ ഉള്ളത് എടുക്കുന്ന സമയത്ത് ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതിപ്പോൾ ഒരു പൊട്ടിൻ്റെ അത്രയേ ഉള്ളൂ, എങ്കിലും നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഈ ഗ്ലിറ്റർ ആക്കി കൊടുക്കാം. വലിയ മുളകിൻ്റെ കൊന്താണെങ്കിൽ നമുക്ക് വലിയ ഫ്ലവർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ഫ്ലവർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മാക്സിമം വലുത് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഈ വൈറ്റ് ഫ്ലവറിന് ഈ ഒരു റെഡ് ഗ്ലിറ്ററിങ് ആണ് കൊടുക്കുന്നത്. അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് ഒരു ബഞ്ചാക്കിയിട്ട് വെക്കാം. ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇതും കൂടെ വെക്കാം. എങ്ങനെയുണ്ട്? വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ ഇട്ടോളൂ. താങ്ക് യു. ബൈ.